ലുഅ്ലു എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു മോതിരക്കല്ലിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലുഅ്ലു അഥവാ മുത്ത് ധരിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ അമലുകൾ, ഇങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട 8ാമത്തെ മജ്‌ലിസാണ് ഇന്ന്. കഴിഞ്ഞ 7 മജ്‌ലിസുകളിലായി വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഫൈറൂസ് കല്ലിനെ കുറിച്ച് ചർച്ച ചെയ്തു, അതിൻ്റെ മഹത്വം പറഞ്ഞു. അക്കീഖിനെ കുറിച്ച് ചർച്ച ചെയ്തു, ധരിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. യാക്കൂത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു, യാക്കൂത്തിനെ പറ്റി ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടത് ചർച്ച ചെയ്തു. മർജാൻ എന്ന അത്ഭുതകരമായ കല്ലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് ലുഅ്ലു എന്ന് പറയുന്ന, മലയാളത്തിൽ മുത്ത് എന്ന് പറയുന്ന, വിശുദ്ധമായ ഖുർആനിലൊക്കെ കാണാം യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ. അതിൽ നിന്ന്, ആ 2 കടലിൽ നിന്ന്, കൂടിക്കലരാത്ത 2 കടലിൽ നിന്ന് മുത്തും പവിഴവും പുറത്തു വരുന്നു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ലുഅ്ലുവിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മോതിരം ധരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നു, അവിടുന്ന് ഖലീഫമാരൊക്കെ ധരിച്ചിരുന്നു. റസൂലുള്ളാഹിക്ക് ഒരു മോതിരം ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ മോതിരം ഒരു കിണറിൽ വീണു. ആ കിണർ ഇന്നും മൂടപ്പെട്ടു. ബിഅർ ഹരീസ് ഇന്ന് നമുക്ക് പരിശുദ്ധമായ മദീനയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മോതിരം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. പുരുഷന്മാർക്ക് വെള്ളിയിലാണ് നല്ലത്, സ്ത്രീകൾക്ക് സ്വർണത്തിലുമാകാം. ഇരുമ്പിന്റെ മോതിരം ധരിച്ച ഒരാളെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിന്നെ എന്താണോ ഒരു ബിംബത്തിന്റെ മണം എന്നാണ്. അപ്പൊ ഇരുമ്പിന്റെ മോതിരങ്ങൾ നമ്മൾ ധരിക്കാണ്ടിരിക്കുക. ഫാൻസി മോതിരങ്ങളുണ്ടല്ലോ, അതൊന്നും നല്ലതല്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കലാണ് നല്ലത്. വെള്ളിയുടെ മോതിരമാണെങ്കിൽ പെണ്ണുങ്ങൾ സ്വർണത്തിന്റെ മോതിരം. മോതിരം ധരിക്കുമ്പോൾ ഏറ്റവും നല്ലത് വലത് കൈയിൻ്റെ ചെറുവിരലാണ്, പിന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരലാണ്. മോതിരത്തിൽ ധരിക്കപ്പെടുന്ന കല്ലുകൾ, ആ കല്ലുകളിൽ പല കല്ലുകൾക്കും പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഉലമാകൾ നിർദ്ദേശിക്കാറുള്ള ചില കല്ലുകളാണ് ഫൈറൂസ്, അക്കീഖ്, യാക്കൂത്ത്, മർജാന്, ലുഅ്ലു ഒക്കെ. മുത്ത്, അതിലെ മുത്ത് എന്ന് പറയുന്ന അത്ഭുതകരമായ കല്ലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആത്മീയമായ ഗുണങ്ങളുണ്ട്, ഭൗതികപരമായ ഗുണങ്ങളുണ്ട്, ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്, ഡിപ്ലോമ കോഴ്സുകൾ നടക്കുന്നുണ്ട്. സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി പോലെ ഈ രത്നങ്ങളിൽ പതിച്ചുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഗുണങ്ങളുണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ ആത്മീയമായ ഗുണങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ലുഅ്ലു, മുത്ത് എന്ന് പറയുന്ന അത്ഭുതകരമായ കല്ലിന്റെ വിഷയത്തിൽ, മുത്ത് എന്ന് പറഞ്ഞാൽ, ലുഅ്ലു എന്ന് പറഞ്ഞാൽ രത്നങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. കടലിൽ നിന്നാണ് ഇത് കൂടുതലായും ലഭിക്കുന്നത്. 3 രൂപത്തിൽ മുത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നമ്മിലേക്ക് എത്തുന്നു, വിപണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് കടലിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത്, ജലാശയങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നത്. മറ്റൊന്ന് ചിപ്പിത്തോടുകളിൽ ചില പദാർത്ഥങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുണ്ടാക്കുന്നത്. മറ്റൊന്ന് ചില രാസപദാർത്ഥങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ 3 രൂപത്തിൽ നമുക്ക് മുത്തുകൾ നമുക്ക് വിപണിയിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ശ്രീലങ്കയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ മുത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഫൈറൂസിന്റെയും അക്കീഖിന്റെയും യാക്കൂത്തിന്റെയും ഒക്കെ മർജാന്റെയും ഒക്കെ മഹത്വങ്ങൾ, ആത്മീയമായ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ലുഅ്ലുഇന്റെയും അഥവാ മുത്തിന്റെയും, മുത്ത് രത്നം പതിപ്പിച്ച മോതിരക്കല്ല് നമ്മൾ ധരിച്ചാലുണ്ടാകുന്ന ആത്മീയമായ ഗുണങ്ങൾ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച, നമ്മുടെ ഉലമാക്കൾ പലപ്പോഴും പല കല്ലുകളും നിർദ്ദേശിക്കാറ് നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ.
അങ്ങനെ നമ്മുടെ ഉലമാക്കളാൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഈ വിഷയത്തിലുള്ള ഇൽമുകൾ കൈമാറി വന്ന ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ച ആത്മീയമായ ചില നേട്ടങ്ങൾ, ശക്തമായി വിശ്വസിക്കപ്പെടുന്ന ചില ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. ലുഅ്ലുഇന്റെ മുത്ത് എന്ന അത്ഭുതകരമായ ഈ കല്ലിൻ്റെ ഒന്നാമത്തെ ഗുണം എന്നുള്ളത് ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ മാറിക്കിട്ടാൻ, ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ദുഷിച്ച ചിന്തകൾ മാറിക്കിട്ടാൻ, അസൂയ പോലെയുള്ള കുശുമ്പ് പോലെയുള്ള ചിന്തകൾ മാറിക്കിട്ടാനൊക്കെ ലുഅ്ലുഅ് കൊണ്ട് മോതിരം ധരിച്ചാൽ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഗുണം എന്നുള്ളത് നാഡി നരമ്പ് പോലെയുള്ള വിഷയങ്ങളുടെ ന്യൂനതകൾ, കുറവുകൾ, പ്രയാസങ്ങൾ, പോരായ്മകൾ മാറിക്കിട്ടാൻ ലുഅ്ലുഇന്റെ മോതിരം ധരിക്കുക വഴി സാധ്യമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ഗുണം എന്നുള്ളത് രക്തക്കുറവ് ഉണ്ടാകുമ്പോൾ പല രോഗങ്ങൾക്കും അത് കാരണമാണ്. അങ്ങനെയുള്ള രക്തക്കുറവ് പരിഹരിക്കാൻ ലുഅ്ലുഇന്റെ ഒരു മോതിരം നമ്മൾ ധരിച്ചാൽ മതിയെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ആത്മവിശ്വാസം നമുക്ക് കിട്ടാൻ, നമുക്കൊരു ധൈര്യം കിട്ടാൻ, നമുക്കൊരു ശക്തി കിട്ടാൻ, നമുക്കൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏർപ്പാടിലേക്ക് ഇറങ്ങുമ്പോൾ, ഏതെങ്കിലും പരിപാടികളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ നമുക്ക് കിട്ടാൻ ലുഅ്ലുഇന്റെ മോതിരം കൊണ്ട് സാധിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് വിവാഹസുഖത്തിന്, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കമുണ്ടാകാൻ, അവർക്കിടയിലുള്ള പിണക്കങ്ങൾ മാറിക്കിട്ടാൻ, സന്തോഷമുള്ള സമാധാനമുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ മുത്തുകൊണ്ട് നമ്മൾ ഒരു മോതിരം ധരിച്ചാൽ മതിയെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, കുടുംബത്തിലും, ഭവനത്തിലും, വാഹനത്തിലും, വരുമാനത്തിലും, ജോലിയിലും ഒക്കെ ധാരാളം ഖൈറും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കാറുള്ള ഒരു കല്ലാണ്, ഒരു രത്നമാണ് ലുഅ്ലുഅ് എന്നുള്ളത്, മുത്ത് എന്നുള്ളത്. അതിൻ്റെ ഒരു മോതിരം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാൻ, ചെറിയ കുട്ടികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ടല്ലോ രക്ഷിതാക്കൾ. ലുഅ്ലുഇന്റെ മുത്തിൻ്റെ ഒരു മോതിരം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതവർ ധരിക്കുമ്പോൾ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകുമെന്നും ഈ വിഷയത്തിൽ പഠനം നടത്തിയ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ ഗുരുനാഥന്മാർ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ലുഅ്ലുഉമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്, ഒരുപാട് അമലുകൾ ലുഅ്ലുഇന്റെ വിഷയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകളിലൂടെ നമ്മൾ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു